പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരള, സ്റ്റേറ്റ് പോലീസ് ചീഫ്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ട്രിവാൻഡ്രം, IG റേഞ്ച് IG, കുളപ്പിശാല പോലീസ് സ്റ്റേഷൻ, കാട്ടാക്കട DSP ഓഫീസ്, നെടുമങ്ങാട് DSP ഓഫീസ്, വിളപ്പിശാല പോലീസ് സ്റ്റേഷൻ എന്നിവർ അറിയുന്നതിലേക്കും ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും എല്ലാ നാട്ടുകാരും അറിയുന്നതിലേക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ കാരണം, എൻ്റെ പേര് വില്യം D. റൊണാൾഡ് എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് M. ശകുന്തള എന്നാണ്. എന്നാൽ എൻ്റെ പേരിൽ കാട്ടാക്കട കുളത്തുമ്മൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 8-ൽ 356 6 9 10 12 ആക്ട് 356 1 352 എന്നീ വസ്തുക്കളും അടുത്തതിൻ്റെ തൊട്ട് മേലെ 358 4 ഇങ്ങനെയുള്ള അനേക വസ്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ വസ്തുവിലോ വീട്ടിലോ എനിക്ക് പ്രവേശിക്കാൻ കഴിയാതെ ശത്രുക്കളാകുന്ന ചന്ദ്രദാസ്, ആൽഫ്രഡ്, ഹെൻറി, സ്റ്റീവൻ, ശൈലജ എന്ന രമണി, ആൽഫ്രഡിൻ്റെ ഭാര്യ മീന, അയൽവാസികളെ ജയൻ നാടർ, പാറപ്പുര നടത്തുന്നവൻ, ഒരു മലയിലുള്ള ജയൻ പണിക്കർ തുടങ്ങിയവരുടെ അനുയായികളും കഴിഞ്ഞ 1990 മുതൽ 2014 ഇന്നാൾ വരെ കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അനേക സമയങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുകയും ഹൈക്കോടതിയിൽ കൊണ്ട് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് OP നമ്പർ 370060/2000 CMB നമ്പർ 626060/2000 interim order of judgment as follows. There will be a direction that in case receive any complaint from the petitioner regarding any imminent threat or danger to life or property, shall immediately look into the complaint and take prompt and effective action according to the law and protect the life and property of the petitioner. This order granted an absolute for the satisfaction of the petitioner. ഇങ്ങനെയുള്ള ഉത്തരവ് പ്രകാരം ഇന്ത്യ ഗവൺമെൻറ്, CRPF, സ്റ്റേറ്റ് പോലീസ് ചീഫ്, കേരള ഗവൺമെൻറ്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് എല്ലാവരും നല്ല ഉത്തരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി. മാത്രമല്ല, വിളപ്പിശാല പോലീസ് സ്റ്റേഷനിൽ നേരത്തെ തന്നെ കാര്യങ്ങൾ വികസിച്ചുള്ള റിപ്പോർട്ടും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിളപ്പിശാല പോലീസും കാട്ടാക്കട DSP ഓഫീസും ഇന്നാൾ വരെ ഈ പ്രൊട്ടക്ഷൻ നടപ്പാക്കി തന്നിട്ടില്ല. അതിൻ്റെ ഫലമായി എനിക്കെൻ്റെ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കുന്നതിനോ എൻ്റെ പുരടകൾ കൃഷി ചെയ്യുന്നതിനോ ആദായം എടുക്കുന്നതിനോ കഴിയുന്നേ ഇല്ല. അതുകൊണ്ട് അവസാനം വീണ്ടും ഞാൻ പരാതി കൊടുത്ത കാര്യങ്ങളെല്ലാം ചെയ്തത്, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള നമ്പർ C1 8433/2017 PHQ ഡേറ്റ് 23/1/2018 അതിൽ പറയുന്നത്, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ദ ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ദ ഹോണറബിൾ ഹൈ കോർട്ട് related to the providing of security to Right Reverend Father William Rana in a meticulous manner. Any flaw in this matter will be condemned as culminate the contempt of court issues. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ മെറ്റിക്കുലോസിനെ വളരെ സസൂക്ഷ്മം നൽകിയില്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുന്നതാണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ആയിട്ട് വിളപ്പിശാല പോലീസും കാട്ടാക്കട DSP ഓഫീസും തരുന്നില്ല. ഇതാണ് ഈ പേപ്പർ, ഞാൻ ഈ പറഞ്ഞ പേപ്പർ. ഇനി അടുത്ത രണ്ടാമത്തേതായി എന്ന് പറയുന്നത്, പിന്നെ ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഓർഡർ വാങ്ങിയിട്ടുണ്ട്, അതാണിത്. അതിൽ പറയുന്നത്, പിന്നെ കൂടാതെ താങ്കൾക്ക് നിലവിൽ നൽകിയിരിക്കുന്ന പോലെ താങ്കൾ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ തുടർന്നും വിളപ്പിശാല പോലീസ് താങ്കൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുള്ളതാകുന്നു എന്ന വിവരം താങ്കൾ അറിയപ്പെടുത്തുന്നു. അത് നമ്പർ 661/DL/DCRB/2024 ഡേറ്റ് 6/9/2024, പിന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ തിരുവനന്തപുരം SP ഓഫീസ് നടത്തിയിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് കൂടാതെ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഓഫീസിൽ നിന്ന് ഹോം ഗാർഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ അറ്റ് ആർട്ടിരി അടക്കലക്കണം KP2 for house and property, petition of Right Reverend Father William Rana, son of Mr. D. Krishnadas,
ആൻഡ് റിബേക്ക എന്ന് അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോം ഗാർഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ വരെ അടുക്കളക്കോണം വീട്ടിൽ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി അതേ ഓർഡർ തന്നെ നമ്പർ C1 462/40/2019 PHQ 29/3/2019 അത് വീണ്ടും ഇമ്മീഡിയറ്റ്ലി നോട്ടീസ് അയച്ചിട്ടുണ്ട് SP ഓഫീസിൽ. അത് പ്രൊട്ടക്ഷൻ അത് തന്നിട്ടില്ല. മൂന്നാമതായിട്ട് SP ഓഫീസ് അന്ന് നെടുമങ്ങാട് DSP ആണ് ഇതിൻ്റെ കാരണക്കാർ. DSP ഓഫീസിൽ എഡിറ്റ് നമ്പർ 2-1328/2015 പാർട്ടി ഡയറ്റ് 26/3/2019 ടു നെടുമങ്ങാട് DSP എന്നാണ്. അതിൽ ദ കോപ്പി ഓഫ് ദ ലെറ്റർ നമ്പർ C1/39/56/2019 PHQ 23/3/2019 വിത്ത് അറ്റാച്ച്ഡ് ഡോക്യുമെന്റ്സ് ഈസ് ഫോർവേഡ് ടു ഹിയർ വിത്ത് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഫർദർ ആക്ഷൻ എന്നാണ്. ഈ പ്രൊട്ടക്ഷൻ നടപ്പിലാക്കാനാണ് അത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നാൾ വരെയും നെടുമങ്ങാട് DSP ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. നെടുമങ്ങാട് DSP ഓഫീസിൽ നിന്ന് കിട്ടിയില്ല. എന്നാൽ അടുത്ത് നെടുമങ്ങാട് DSP ഓഫീസ് അവിടെ നിന്ന് പരിധി മാറുകയും കാട്ടാക്കട DSP ഓഫീസിൽ നിന്ന് പിന്നെ പരിധിക്ക് വരികയും ചെയ്തു. എന്നാൽ ഈ കാട്ടാക്കട DSP ഓഫീസിൽ നിന്ന് ഇന്നാൾ വരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. എല്ലാം ശത്രുക്കളെ സപ്പോർട്ട് ചെയ്യുക. എനിക്കെൻ്റെ വിളയിലോ ഒരിടത്തിലോ വീട്ടിലോ പോകാനോ ജീവിക്കാനോ കഴിയുന്നില്ല. ഞാൻ അനാഥനായി തെരുവ് നായരെ പോലെ ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കുന്നത്. എനിക്ക് ആവശ്യം സ്വന്തം വസ്തു വകയുണ്ട്. അവിടെ പോയാൽ കൊന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ശത്രുക്കൾ ഉണ്ടാക്കിയിരുന്നത്. അത് ഈ വടപ്പിശാല പോലീസിൻ്റെയും കാട്ടാക്കട DSP ഓഫീസിൻ്റെയും അനാസ്ഥയാണ് കാരണം. ഇനി അവസാനമായി ഇവിടെ തിരുവനന്തപുരം ജോയിൻറ്റ് ഡയറക്ടർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എൻ്റെ അടുക്കളക്കോണം വീട്ടിൽ പുതിയ കരന്തൂത്ത ഹൗസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കൊടുത്തിട്ട് അതിൻ്റെ അപേക്ഷ ഭാഗമാണിത്. ഇത് കാട്ടാക്കട പഞ്ചായത്ത് നടത്തി തരുന്നില്ല. എന്നാൽ വീട് എൻ്റേതാണ്. ഇതിനകത്ത് വേറെ ആർക്കും അവകാശമില്ല. അതുപോലെ തന്നെ കാട്ടാക്കട പഞ്ചായത്തിൽ നിന്ന് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വിവരങ്ങൾ തിരക്കാൻ വേണ്ടി അത് ജോയിൻറ്റ് ഡയറക്ടർ പഞ്ചായത്തിൽ നിന്ന് 5/5/2024 അതിൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇന്നുവരെ നടപ്പിലായി കിട്ടുന്നില്ല. ഇനി അവസാനമായിട്ട് ഒരു കാര്യങ്ങൾ പറയാനുള്ളത്, ഈ വിളപ്പിശാല പോലീസ് സ്റ്റേഷനിൽ പ്രൊട്ടക്ഷൻ തന്നുകൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എന്ത് തന്നെ പ്രൊട്ടക്ഷനും പേപ്പറുകളും കയ്യിലിരുന്നാൽ ഇവർ അരങ്ങാൻ പോകുന്ന നയമാണ് സ്വീകരിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള എഡിറ്റ് നമ്പർ G3-5/5/2019 ഡേറ്റ് 6/4/2016 അതിൽ ദ പെറ്റീഷൻ ഓഫ് William D. Ronald is forwarded to SHO Vadapalshala to provide necessary police protection for him to go to his property and submit ATR within a week without fail എന്നാണ്. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇരയ്ക്ക് വടപ്പിൽശാല പോലീസ് ഒരു കാരണവശാലും ഇത് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യാവസ്ഥ. ഞാൻ പോകുമ്പോൾ നില്ല ഇരിക്കുക എന്നൊക്കെ പറയും. ഇരുന്നിട്ട് കാര്യം ചോദിക്കും, പറയുന്നിടത്ത് ഒരാളുടെ കൊടുക്കും. കഴിഞ്ഞ ഈ മാസം 4-ാം തീയതി ഒരു പ്രശാന്ത് എന്ന ഒരുവിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വിപിനെ ഏൽപ്പിച്ചു. പക്ഷേ ആരോടും ഫോൺ ചോദിച്ചാൽ ഫോൺ എടുക്കുകയോ എൻ്റെ സംസാരം കേൾക്കുകയില്ല. ഇപ്പോൾ ഇന്ന് ഒരാൾ പറഞ്ഞ് നിങ്ങൾ വടപ്പിൽശാല സ്റ്റേഷനിലേക്ക് വരും, അപ്പോൾ മാത്രമേ പറ്റൂ, ഫോൺ വിളിച്ചാൽ അതല്ല ഒരു പാർട്ടി ശരിയായിരിക്കാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ആവശ്യം എന്ന് വെച്ചാൽ വെരി നെസസറി അർജൻറ്റ് എമർജൻസി നീഡെന്ന് പറയുന്നത് പ്രൈമാ ഫേസി എവിഡൻസ് എടുക്കുക. പ്രൈമാ ഫേസി എവിഡൻസ് എൻ്റെ തന്നെ റെക്കോർഡ്സ് എല്ലാ രേഖകളും സ്റ്റേറ്റ് പോലീസ് വഴിയും ജില്ലാ പോലീസ് വഴിയും കൈമാറിയിട്ടുണ്ട്. വടപ്പിൽശാല പോലീസിൻ്റെ ഒരു വലിയ അനുമാനം നടത്തിയ രേഖകളുണ്ട്. പക്ഷെ എന്നാലും വടപ്പിൽശാല പോലീസ് കണ്ടതോ കേട്ടതോ ഭാവിക്കുന്നേയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഇന്ത്യൻ ജനതയ്ക്ക് സംരക്ഷണമായി ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കംപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ യഥാസമയ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ ജീവനും സ്വത്തിനും എൻ്റെ ഭാര്യ ശൗന്ദര്യക്കും എൻ്റെ പേര് വില്യം ഡി റൊണാൾഡിനും തൻ്റെ ജോലിക്കാർക്കും തൻ്റെ കുടുംബത്തിനും ഇമ്മനൻ്റ് ത്രെറ്റ് ആൻഡ് ഡേഞ്ചർ ഉണ്ട്. അത് destruction of imminent destruction of threat and danger is immediate. അതുകൊണ്ട് ആ ഇമ്മീഡിയറ്റ് ത്രെട്ടിനെ ഇമ്മനൻ്റ് വരാൻ പോകുന്നതിനെ മാറ്റി പുനഃസ്ഥാപിക്കുക, അത് മാറിപ്പോവുക, അത് സംരക്ഷിക്കുന്നതാണ് പോലീസിൻ്റെ ചുമതല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വഴി നൽകിയിട്ടുള്ളതാണ്. പക്ഷേ
ഹൈക്കോടതിയല്ല, സർവശക്തനായ ദൈവമല്ല, ഇനി ആകാശവും ഇടികണ്ട തലയിപ്പട വീണാൽ ഇവർ ഒരു കാരണവശാലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയമാണോ സാമ്പത്തികമാണോ ഗുണ്ടായിസമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് വീഡിയോ തരുന്നത്. ഈ വീഡിയോ പുറത്തു വിട്ടതിന് ശേഷം ഉടൻ തന്നെ വീണ്ടും പോലീസിനെ സമീപിക്കും, മേൽ പോലീസിനെ സമീപിക്കുകയും കേരള ഗവൺമെൻറ്റിനെ സമീപിക്കുകയും അടുത്ത ഇന്ത്യ ഗവൺമെൻറ്റിനെ സമീപിക്കുകയും പരിഹാരം നെസസറി പിന്നെ റെമഡി ഫ്രം ദ ഗ്രീവൻസസ് അത് ഉണ്ടാകേണ്ടതെന്ന് താഴ്മയുമായി വിനയമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു ഓൾ.